വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് പൗച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച് എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഐറ്റംസ് ഒന്നും ഇല്ല, എല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്ത ഐറ്റംസ് ആണുള്ളത്. അപ്പം ഇതിലെ മിക്ക പ്രോഡക്റ്റ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡേംടോക്കിൻ്റെ ഒൺട്രാ സ്പ്രേ ആണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചത് ഒരു വർഷം മുമ്പാണ്. കുറേയൊക്കെ യൂസ് ചെയ്തു. നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഡിഫറൻസ് ഒക്കെ തോന്നി. ഇടയ്ക്ക് വെച്ച് ഭയങ്കര റിവ്യൂ ഒക്കെ ആയിരുന്നു. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡേംടോക്ക്. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. മിക്കത് ഇതിൽ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. കാരണം എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീമാണ്. നിയാസിറമൈഡ് ഓയിൽ ബാലൻസ് ഫ്രൂട്ട് സൺസ്ക്രീൻ. SPF 50 ആണ് വരുന്നത്. നല്ല അടിപൊളി സൺസ്ക്രീമാണ്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സിറം ആണ് കേട്ടോ. എൻ്റെ 2 സിറം ഉണ്ട്. ഒന്ന് പറയുന്നത് ഡേംടോക്കിൻ്റെയാണ്. ഇതെന്ന് വെച്ചാൽ ഞാൻ പിമ്പിൾസ് വന്നിട്ട് പോകുമ്പോൾ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടുള്ള സിറമാണ് കേട്ടോ. നിയാസിറമൈഡിൻ്റെ സിറമാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. തീർന്ന സമയത്താണ് ഞാൻ ഷിക് ന്യൂട്രീസിൻ്റെ വാങ്ങിയത്. ഇതും കൊള്ളാം, അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതും നല്ല അടിപൊളി സിറമാണ്. അപ്പോൾ ഇതാണ് 2 സിറം ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്. ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ പോൺസിൻ്റെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതെനിക്ക് അപ്ലൈ ചെയ്തപ്പം പിമ്പിൾസ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ വാങ്ങിച്ചതാണ് ഗെംസ്റ്റെറ്റ് പ്ലേയുടെ. ഇത് ഓയിൽ കൺട്രോൾ മോയ്സ്ചറൈസറാണ്. നല്ലതാണ്. ഇവർ പറയുന്നത് നോർമൽ ടു ഓയിലി ആണ്, പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും ഓയിലി സ്കിന്നുകാർക്കായിരിക്കും നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഇതും നിയാസിറമൈഡ് വരുന്നതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതും അടിപൊളിയാണ്. ഇന്നത്തെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഇതിൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. ഞാൻ വേറൊരു പ്രോഡക്റ്റ് ടോണറായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇതാണ് കേട്ടോ ടോണറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അടിപൊളിയാണ്. ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾ നിർത്തില്ല പിന്നെ. അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതൊരു ഫേവറേറ്റ് ആണ് കേട്ടോ, റോസ് വാട്ടർ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വരുന്നത് 2 ഫൗണ്ടേഷനാണ് കേട്ടോ. ഫസ്റ്റ് വാങ്ങുന്ന ഫൗണ്ടേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ 2 ഫേസസ് കാനഡ തന്നെയാണ്. ഷെയ്ഡ് വന്നിട്ട് മീഡിയം നാച്ചുറൽ 022. അപ്പോൾ മീഡിയം സ്കിൻ ടോണുകാർക്ക് ചെയ്യുന്ന 2 ഫൗണ്ടേഷനാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫേസസ് കാനഡ തന്നെ ഓൾ ഡേ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷനാണ്. 3-in-1 ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതിൽ സൺസ്ക്രീമും മോയ്സ്ചറൈസറും എല്ലാം വരുന്ന ഫൗണ്ടേഷനാണ്. ഇതെന്ന് പറയുന്നത് നോർമൽ ഫൗണ്ടേഷനാണ് കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു ഫിനിഷിങ് തരുന്ന ഫൗണ്ടേഷൻ. നമുക്ക് ഒരുപാട് പുട്ടിയടിച്ച ഫീലിങ്സ് ഒന്നും തോന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ സ്കിന്നുമായിട്ട് അബ്സോർബ് ആവും. അങ്ങനത്തെ ഫൗണ്ടേഷനാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ 2ഉം എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ലിപ് ബാം ആണ് കേട്ടോ. ഇത് വന്നിട്ട് വിഷ് കെയറിൻ്റെ ലിപ് ബാം ആണ്. ഇടയ്ക്ക് വെച്ച് എൻ്റെ ക്ലൈമറ്റ് പറയുമ്പോൾ എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ആ ടൈമിൽ ഞാൻ വാങ്ങിയ ലിപ് ബാം കേട്ടോ. ഇത് വന്നിട്ട് നിയാസിറമൈഡ് കോജിക് ആസിഡ് വരുന്ന ലിപ് ബാം ആണ്. നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റും. അത്യാവശ്യം നല്ല ടിൻ്റ് വരുന്ന ലിപ് ബാമാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത്. ഗൈസ്, അടുത്തതായിട്ട് വരുന്നതിൻ്റെ ജീവനാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഇത് ഞാൻ എന്ത് കാര്യം എഴുതാൻ പഠിച്ചോ അന്ന് തൊട്ട് യൂസ് ചെയ്തൊരു ഐലൈനറാണ്. ഇതിൻ്റെ ആത്മാവ് വരെ എടുത്തിട്ടുണ്ട്. മിക്കുള്ളവരും ഈ ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇതുവരെ ഇത് ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഇത് വന്നിട്ട് ഫേസസ് കാനഡയുടെ മാറ്റ് ഫിനിഷ് കോമ്പാക്ട് പൗഡറാണ്. നേരത്തെ ഒരു ഫൗണ്ടേഷൻ കാണിച്ചില്ലേ, അതിന് തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതിനകത്ത് തന്നെ ഒരു മിററൊക്കെ വരുന്നുണ്ട്, പിന്നെ ഒരു അപ്ലയർ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് പുട്ടിയടിച്ച ഫീലിംഗ് തോന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം സ്കിൻ ടോണർക്ക് പറ്റിയ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് മിക്കതും ബ്രൗൺ ഷെയ്ഡ്സ് ആണ് കേട്ടോ. എനിക്ക് കൂടുതലും ബ്രൗൺ ഷെയ്ഡ്സ് ആണ് ഇത്. കാരണം നമ്മളത് ഇടുമ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കി കാണിക്കും. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഫേസ് സ്കാനർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. 2 എൻ്റെ ഉള്ളത് ഫേസ് സ്കാനറാണ്.
ഒന്ന് വന്നിട്ട് കോഫി മാറ്റിൻ്റെ ലക്കി ചാമാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അടുത്തതെന്ന് പറയുന്നത് കോഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് കൊക്കോ ക്രഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇത് രണ്ടും ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ ഇത് രണ്ടുമാണ് കേട്ടോ ഞാൻ കൂടുതലും കോളേജിൽ പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മാർസിൻ്റെ തന്നെ മൂസ് ലിപ്സ്റ്റിക്കാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് തന്നെ പോകും. ഇതെന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് വന്നിട്ട് ലീഡിങ് ലേഡി. അടുത്തതും മാർസിൻ്റെ തന്നെ മൂസ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ഷോ സ്റ്റോപ്പറാണ്. ഇത് രണ്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് പോകും. പക്ഷെ ഇത് രണ്ടും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് മാമത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി. ഇപ്പോഴത്തെ പാക്കേജ് ഇതല്ല കേട്ടോ, മാറി. ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഈ പാക്കേജ് ആയിരുന്നു മാമത്തിൻ്റെ. ആ ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടോ എല്ലാം പോയി, ഇതിൻ്റെ പേരൊക്കെ പോയി. എന്നിട്ട് കാർണേഷൻ മൂടാണ്. ഇതിപ്പോഴും പക്ഷെ ബാലൻസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കറൻലി എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ഉള്ളത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്ട്രോ ക്രീമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഫേസ് സ്കാനയുടെ സ്ട്രോ ക്രീമാണ്. ഇന്ത്യയിൽ കൂടുതലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫേസ് സ്കാനാണ് കേട്ടോ. എനിക്ക് അതാണ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഫേസ് സ്കാനയുടെ സ്ട്രോ ക്രീമാണ്. ഇത് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് റോസ് ഗോൾഡാണ് കേട്ടോ. ഇതിൽ അടങ്ങിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഷിയ ബട്ടറും ഹൈഡ്രോണിക് ആസിഡുമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു തിളക്കം പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈലൈറ്ററായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല. മിക്കപ്പോഴും ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കേട്ടോ സ്ട്രോ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കറൻലി യൂസ് ചെയ്യുന്ന സ്ട്രോ ക്രീം. അപ്പോൾ എൻ്റെയുള്ള ലാസ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് നൈറ്റ് ക്രീംസ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് കോസി കെയറിൻ്റെ സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ക്ലീൻ സ്കിന്നാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പാക്കാണ് കേട്ടോ. കുറേ യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു പാക്കറ്റ് തീർന്നപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. ഇതും യൂസ് ചെയ്ത് ഏകദേശം കഴിയാറായി. പിമ്പിൾസിന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ കറൻലി യൂസ് ചെയ്യുന്ന നൈറ്റ് ക്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയാണ് കേട്ടോ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കണുകൾ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.